എല്ലാവർക്കും നെഥിയാസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയായിട്ടാണ് കേട്ടോ. അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള മാങ്ങാക്കറികൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിലും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലും ഉള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവിടുത്തെ കല്യാണത്തലേന്നൊക്കെ ഇത് മസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് അങ്കമാലിക്കാരുടെ ഈ സ്പെഷ്യൽ മാങ്ങാ കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് പച്ചമാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് തിന്നാവേണ്ട കേട്ടോ. കറിയാവുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും. അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ നമ്മൾ നീളത്തിൽ വേണം അത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ സവാളയായിരുന്നു. അപ്പോൾ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12ഓളം കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ പച്ചമുളക്. അപ്പോൾ ഞാനിവിടെ 7 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പ്രഷർ കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ മിക്സ് ചെയ്ത് കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നല്ല പോലെ തന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിൽ വേണം നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സീസണിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാങ്ങയൊന്നും ഉടഞ്ഞു പോവാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മൾ ഏതിലാണോ കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് തേങ്ങയുടെ 1/4 പാലിൻ്റെ പകുതി. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 1/4 പാലിൻ്റെ പകുതി ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് തീ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ 1/4 പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/2 പാലിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിയുടെയും മാങ്ങയുടെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. കാരണം ഒരുപാട് തേങ്ങാപ്പാലായി കഴിഞ്ഞാൽ ഇതൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മളുടെ മാങ്ങ ഒരു പരുവമാകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി 2/2 പാലും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മളുടെ കറി ഏകദേശം റെഡിയാവും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇതാ നമ്മളുടെ കറിയൊക്കെ ഇതായിപ്പോൾ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യരുത് കേട്ടോ. കാശ്മീരി ചില്ലി യൂസ് ചെയ്ത് നമ്മളുടെ കറിയുടെ കളറ് തന്നെ ചേഞ്ച് ആയി പോവും. അപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിന് എരിവുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 1-ാം പാൽ ചേർത്തതിന് ശേഷം ഇനി ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് താളിക്കുക കൂടി ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളി കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ മാങ്ങാക്കറിക്ക്. പിന്നെ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കൊച്ചുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ മാങ്ങയുടെ ആ ഒരു പുളിയും പിന്നെ നമ്മളുടെ പച്ചമുളകിൻ്റെ ആ ഒരു ചെറിയ എരിവും തേങ്ങാപ്പാലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.